അവകാശ നിയമം. എന്താണ് വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ? അതാദ്യം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് തുടർന്നുള്ളവ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നിവയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എന്താണ് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യം? സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നിവയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം പാസാക്കിയ വിപ്ലവകരമായ നിയമങ്ങളിൽ ഒന്നാണ് 2005 വിവരാവകാശ നിയമം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ്, വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2005 നിലവിൽ വന്നത്. ഇനി ഇതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2005 ജൂൺ 15 എന്നാൽ ഇത് നിയമം ആയിട്ട് വരുന്നത് 2005 ഒക്ടോബർ 12 ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 25 എഴുതിയിട്ടുള്ളത് കേട്ടോ, 2005. ഓക്കെ, 2005 ഒക്ടോബർ 12 ഓക്കെ. അപ്പോൾ വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത്. 2005 ജൂൺ 15 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു. അദ്ദേഹമാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. നിയമമായിട്ട് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2005 ഒക്ടോബർ 12 പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല എന്നുള്ളതാണ്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനമല്ല, മറിച്ച് എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ജൂൺ 15 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇനി ഇത് നിയമമായിട്ട് വന്നത് 2005 ഒക്ടോബർ 12 ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. പിന്നെ ഒരു പോയിന്റ് ഓർക്കേണ്ടത്, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൗലികാവകാശം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. വിവരാവകാശവുമായി ബന്ധപ്പെട്ട മൗലികാവകാശം ഏത് ചോദിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വിവരാവകാശത്തിനെ കുറിച്ചിട്ട് പൊതുവായിട്ട് അറിയേണ്ട ഒരു കാര്യം. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനുണ്ട്, സംസ്ഥാന വിവരാവകാശ കമ്മീഷനുണ്ട്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ, ഇതെന്നാണ് നിലവിൽ വന്നത് എന്നാണ്. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. നമ്മൾ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 പറഞ്ഞില്ലേ, അപ്പോൾ തന്നെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇതിൻ്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹിയിലാണ് CIC ഭവൻ. ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് സമിതി എന്ന് പറയുമ്പോൾ, ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയിൽ 3 അംഗങ്ങളുണ്ടായിരിക്കും. ആരൊക്കെയാണ് 3 അംഗങ്ങൾ? പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഒന്ന് പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും ആ സമിതിയുടെ. പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ്. ഇത്രയും പേരാണ് ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് സമിതിയിലുള്ള 3 അംഗങ്ങൾ. എത്ര അംഗങ്ങൾ? 3 അംഗങ്ങൾ. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇതിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ. ഇനി രാഷ്ട്രപതിയാണ് വിവരാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി ഇത് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഗവർണറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് ആണ്. ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ AN തിവാരി. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് സുഷമ സിംഗ് ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ഹീരലാൽ സമരിയാണ്. അപ്പോൾ ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത് AN തിവാരി, ഇനി വനിത ആദ്യത്തെ ദീപക് സന്ധു, രണ്ടാമത് സുഷമ സിംഗ്. ഓക്കെ, വജാഹത്ത് ഹബീബുള്ള, AN തിവാരി, ദീപക് സന്ധു, സുഷമ സിംഗ്. നിലവിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഹീരലാൽ സമരിയാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓക്കെ അല്ലേ?
ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 മറ്റേത് നമ്മൾ കേന്ദ്രം എപ്പോഴാണ് പറഞ്ഞത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? 2005 ഒക്ടോബർ 12 പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ട് നവംബർ ഡിസംബർ ഒരു 2 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. നിലവിൽ വന്ന ഡേറ്റ് 2005 ഡിസംബർ 19 സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും പിന്നെ 10 കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ചേർന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. എത്ര പേരുണ്ടായിരിക്കും? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടായിരിക്കും, പ്ലസ് 10 കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പെയാണ്. അതുപോലെ തന്നെ നീക്കം ചെയ്യാനുള്ള അധികാരവും ഗവർണർക്കാണ്. നമ്മൾ അവിടെ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? അത് നിയമിക്കാനും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കായിരുന്നു? രാഷ്ട്രപതിക്കായിരുന്നു. എന്നാൽ ഇവിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ കാര്യമാകുമ്പോൾ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ഗവർണറാണ്. ഗവർണർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഇനി ആദ്യ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉത്തരം പാലാട്ട് മോഹൻദാസ് ആണ്. പാലാട്ട് മോഹൻദാസ്. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹരി നായരാണ് കേട്ടോ. ഹരി നായർ. ആദ്യ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലാട്ട് മോഹൻദാസ് ആണ്. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഹരി നായരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞു. വിവരാവകാശ നിയമം എന്താണ്? നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യവും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നിവയൊക്കെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു. 2005 ഈ നിയമം നിലവിൽ വന്നത്. 2005 ജൂൺ 15 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു. 2005 ഒക്ടോബർ 12 നിയമം നിലവിൽ വന്നു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. വിവരാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. പിന്നെ ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മൗലികാവകാശം ചോദിക്കുകയാണെങ്കിൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് ഇതിൽ എഴുതിയിട്ടില്ല, അതിൽ വിട്ടുപോയൊരു പോയിന്റാണ്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് പറഞ്ഞത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പ് സമിതിയിൽ 3 അംഗങ്ങൾ. പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. ഇനി രാഷ്ട്രപതിയാണ് വിവരാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഗവർണറാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത് AN തിവാരി. ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ ദീപക് സന്ധു, രണ്ടാമത് സുഷമ സിംഗ്. നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ ഹീരലാൽ സമരിയ. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിലവിൽ വന്നത് 2005 ഡിസംബർ 19 സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നു. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപെയാണ്. നീക്കം ചെയ്യാനുള്ള അധികാരവും ഗവർണർക്കാണ്. ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. ഓക്കെ, ആദ്യ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ പാലാട്ട് മോഹൻദാസും. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ V ഹരിനായറുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിവരാവകാശ കമ്മീഷനിൽ മസ്റ്റായിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഈ ഒരു വിവരാവകാശം എങ്ങനെ നമുക്ക് ലഭിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ വിവരം എങ്ങനെ ലഭിക്കുക എന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. ആർക്കാണ് വിവരം അറിയാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. വിവരം ലഭിക്കാനായിട്ടുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ് കേട്ടോ. അത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഒരു തവണ. വിവരം ലഭിക്കാനുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. കോർട്ട് ഫീസ്, സ്റ്റാമ്പ് ഓർ ട്രഷറി ചെലാൻ ഓർ DD ഓർ ബാങ്ക് ചെക്ക് ഓർ പേ ഓർഡർ മുഖേന നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, BPLന് താഴെയുള്ളവർക്കാണെങ്കിൽ അപേക്ഷാ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 30 ദിവസം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടിയിരിക്കണം? ആ ഓഫീസറുടെ കയ്യിൽ നിന്ന് നമുക്കതിൻ്റെ മറുപടി കിട്ടിയിരിക്കണം. ഓക്കെ, 30 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കണം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തിനെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടണം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തിനെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ നമുക്ക് 48 മണിക്കൂറിനുള്ളിൽ വിവരം നമുക്ക് അവർ നൽകിയിരിക്കണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ പ്രകാരമുള്ള വിവരങ്ങൾ സ്വീകരിക്കുന്നതിനായി മറ്റൊരു അധികാരിക്ക് കൈമാറേണ്ടി വന്നാൽ അത് അപേക്ഷ ലഭിച്ച് 5 ദിവസത്തിനുള്ളിൽ തന്നെ കൈമാറിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിവരം ലഭിക്കാനുള്ളത്. നമുക്ക് അപേക്ഷ കൊടുക്കാൻ വെറും 10 രൂപയേ ഉള്ളൂ. നമുക്ക് 30 ദിവസത്തിനുള്ളിൽ അവർ മറുപടി തന്നിരിക്കണം.
ഇനി നമുക്ക് മറുപടി തന്നില്ലെങ്കിലോ, നമുക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ ഈ ഒരു സമയപരിധിക്കുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അവർ തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പിഴയുണ്ട്. ഈ ഓഫീസർമാർക്ക് പിഴയുണ്ട്. അവർക്ക് 250 രൂപ മുതൽ 25,000 രൂപ വരെയാണ് പിഴ. എത്രയാണ്? 250 രൂപ മുതൽ 25,000 രൂപ വരെയാണ് അവരുടെ പിഴ എന്ന് പറയുന്നത്. ഇനി ഒരപേക്ഷയിലൂടെ നമുക്ക് ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം കേട്ടോ. നമുക്ക് ഒറ്റ കാര്യം മാത്രമല്ല, ഒറ്റ അപേക്ഷയിലെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ പരാതി, നമുക്ക് അവരുടെ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? മറുപടി ലഭിച്ചിട്ട് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അവർ തന്ന ആ ഒരു മറുപടിയിൽ നമ്മൾ തൃപ്തരല്ല എങ്കിൽ നമുക്ക് ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? അപ്പീൽ കൊടുക്കണം. അങ്ങനെ നമ്മൾ രണ്ടാം അപ്പീൽ 90 ദിവസത്തിനകം നൽകണം. ഇതൊന്നാമത്തെ കേട്ടോ. പിന്നെ രണ്ടാമത്തെ അപ്പീലാണെങ്കിൽ നമ്മൾ 90 ദിവസത്തിനകം നൽകണം. ഒന്നാമത്തെ അപ്പീലാണെങ്കിൽ 30 ദിവസം, രണ്ടാം അപ്പീലാണെങ്കിൽ 90 ദിവസം. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ്: വിവരാവകാശ നിയമം നിലവിൽ വന്നത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടവ, സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ, ഇത്ര എന്തായാലും നിർബന്ധമായിട്ടും നോക്കി വയ്ക്കേണ്ട കാര്യങ്ങളാണ്.